വാട്ട്സപ്പ് ഗായ്സ്, ദിസ് ഇസ് ആനന്ദ് ഗോഡി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നപ്പുറം കന്യാകുമാരിയുടെ 5ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കന്യാകുമാരിയിലെ ഒരു ബീച്ചിലാണ്. ബീച്ച് ഏതാണെന്നൊക്കെ പറയാം. ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്ന 4 വീഡിയോവും ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഇട്ടതാണ്. എനിക്കിങ്ങനെ പബ്ലിക്കിൽ നിന്ന് കഴിഞ്ഞ് വ്ളോഗ് ചെയ്യാനോ ആൾക്കാർ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാനും ഭയങ്കര മടിയാണ്. എനിക്ക് താല്പര്യമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ ആ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് എക്സെൻട്രിക് ആയിട്ടൊക്കെ വ്ളോഗ് ചെയ്യാമെന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ പഴയതുപോലെ തന്നെ ആയിരിക്കും. ഇന്ന് വന്നിരിക്കുന്നത് തേങ്കാപ്പട്ടണം ബീച്ച്. ഇതാണ് സ്ഥലം. ഞാൻ ഒരു ബീച്ച് പേഴ്സൺ അല്ല, പക്ഷെ എന്നാലും വന്ന് കണ്ടിരിക്കാം, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ ആ വീഡിയോ എടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹാർബറിൽ പോകുന്നത്. ഈ തേങ്കാപ്പട്ടണം എന്ന് പറഞ്ഞ സ്ഥലം ഈ കേരള ബോർഡറിനടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ്. കന്യാകുമാരി ജില്ലയിൽ കേരളക്കകത്തുള്ള. നല്ല വ്യൂ. ഇവിടെ എത്രയേ ഉള്ളൂ. അങ്ങോട്ട് പോയി നോക്കാം. അവിടെ വണ്ടി പോകുന്നറിയില്ല, നോക്കി പോകും. ബീച്ചിലോട്ട് പോവാം. എനിക്ക് ബീച്ചിൽ പോകാൻ വലിയ താല്പര്യമില്ല, എന്നാലും വന്നേലേ കണ്ടിട്ട് പോവാം. ഷൂസിൻ്റെ അകത്തൊക്കെ മണ്ണും കയറി. ആണ് ബീച്ച്. ഇത്രയേ ഉള്ളൂ തേങ്കാപ്പട്ടണം ബീച്ച്. ആണ് തേങ്കാപ്പട്ടണം ഹാർബർ. ചുമ്മാ നടന്നു നോക്കാം എവിടെ പോകുന്നു.
ഇത് പുതിയ ഹാർബറാണെന്ന് തോന്നുന്നു, പണി നടക്കണേ ഉള്ളൂ. ഹാർബറിൽ കൂടെ റൗണ്ട് അടിക്കുക. எப்படி ஒரு வழியாக ഭയങ്കര നാറ്റം ഗൈസ്, മൊത്തം മൂത്രം നാറ്റം. നാറ്റം നന്നായി. അവിടെ ഒരു സ്പോട്ട് കണ്ടു, ഒരു മല കണ്ടു. മല കണ്ടിട്ട് കയറാതെ വിടുന്നത് മോശമല്ലേ, അതുകൊണ്ട് നമ്മൾ മലയെ ലക്ഷ്യമാക്കി പോകുന്നു. ആ ആ ഓ ആ ആൾക്കാർക്കൊന്നും വഴി പറഞ്ഞു തരാൻ വലിയ താല്പര്യമില്ല. ആ വഴി പോകാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ആ വഴി വീടാണ്, പോകാൻ പറ്റില്ല എന്നുള്ളത്. ആ വഴി കണ്ടില്ലേ നമ്മൾ വണ്ടി പോകും. അവിടെ വയ്ക്കും. ആ പാറല് അല്ലല്ല, വെറുതെ കാണാൻ വേണ്ടി. ഇവിടെ വയ്ക്കില്ല. ആ കുറേ ഉണ്ടോ? കുറേ ഉണ്ടോ? ആ പച്ച വഴി. ആ പൂജയ്ക്കാ? ആ ആ അത് കോവിലാണ്. അവിടെ പൂജയ്ക്ക് ഇപ്പോൾ ആൾക്കാർ വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. വരാൻ തോന്നിയത് എന്തായാലും നന്നായി, നല്ല സ്ഥലം. അടിപൊളി. ഇവിടെ നിന്ന് ബീച്ച് കാണാം.
കുറച്ചേ കയറാനുള്ളൂ, പക്ഷെ വ്യൂ നല്ലത്. ഒരു കോവിലാണ്. അത് കാണുന്നതാണ് തേങ്കാപ്പട്ടണം ബീച്ച്. അവിടെ വേറെ സ്ഥലങ്ങളുണ്ട്. ഓനെ അടിപൊളി. പ്രതീക്ഷിതമായി വന്ന സ്ഥലം അടിപൊളി. നല്ല തണുത്ത കാറ്റുണ്ട്, നല്ല അടിപൊളി സ്കൈ. കിട്ടില്ല. അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷെ എനിക്ക് വയ്യ. ഇനി ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. ഇനി പാറ ഇറങ്ങിപ്പോൾ അവിടെ എന്തോ കോവിലിൻ്റെ എന്തോ ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളി സ്കൈ. വെയിൽ വന്നു തുടങ്ങി, ഇറങ്ങാം. ഇനി ഒരുപാട് സ്ഥലം കാണാനുണ്ട്. അയ്യോ, താഴോട്ടൊക്കെ എന്തൊക്കെയുണ്ട്, അതൊക്കെ നടക്കാൻ മെനക്കേട് വയ്യ. തേങ്കാപ്പട്ടണത്തിൽ ഞാൻ ബീച്ച് ചെയ്യുന്നപ്പോൾ കണ്ട മലരമുള്ള ക്ഷേത്രം അടിപൊളിയായിരുന്നു. സ്ഥലത്ത് ഈ കോവിലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ വഴി കാണുന്നവരടുത്തൊക്കെ മലയിൽ പോണ വഴി ഏതാണെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് കയറി. എന്നാലും കൊള്ളാം. വലിയ കയറ്റമൊന്നുമില്ല, ഒരു ചെറിയ കയറ്റം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബീച്ച് മൊത്തം കാണാം. കൊള്ളാം. താഴോട്ടിറങ്ങാം. നല്ല രസമുള്ള സ്റ്റെപ്പ്. ഇനി എവിടേക്ക് പോകണമെന്ന് ആലോചിക്കണം. അതിന് മുമ്പ് എനിക്ക് വിശക്കണ്. എന്തെങ്കിലും കഴിച്ചിട്ട് അടുത്ത് എവിടെ പോകണമെന്നുള്ളത് തീരുമാനിക്കാം. എവിടെ നിന്നാ? ആ പറ. കോവിൽ പേരെന്നാ? അതിശയ. ശരി, 9:30. ആ, പശുവിന് വഴിമാറി കൊടുത്താലേ പോകുള്ളൂ. ഹെൽത്തിയായിട്ട് തിന്നാന്ന് വെച്ച് നടക്കൂല. ഹെൽത്തിയായിട്ട് തിന്നാന്ന് വെച്ചാൽ നടക്കൂല. കടയിൽ നിന്ന് പൊറോട്ട മാത്രം ചൂടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. 2 വാങ്ങിച്ച് പ്രോട്ടീനില്ലാത്ത കടയില്ല. ഭയങ്കര ചൂട്, കഴിക്കാൻ പറ്റില്ല. വെള്ളം കുടിക്കണമെന്നുണ്ട്, പക്ഷെ കറക്റ്റൊരു വൃത്തിയൊന്നും ഇല്ലായിരുന്നു. വെള്ളം ദാഹിച്ച് വയ്യ. പൊറോട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വയറ്റിന് പണി കിട്ടാതിരുന്നാൽ.
ഗായ്സ്, അപ്പോൾ തേങ്ങാപ്പട്ടണത്തിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമ്മൾ ലെമ്മൂർ ബീച്ചിലേക്ക് പോകുന്നു. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. തെറ്റാ, ബൈ.